കഴിഞ്ഞ മാർച്ച് 28-നാണ് കാഠ്മണ്ഡുവിൽ വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. രാജാവിനെ തിരികെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി നൂറുകണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിക്കുമെന്ന മുദ്രാവാക്യവുമായി സർക്കാർ അനുകൂലികളും ജനാധിപത്യവാദികളും മറുവശത്തുണ്ടായിരുന്നു. രാജഭരണവാദികളെ നേരിടാൻ പോലീസും സുരക്ഷാ സംവിധാനങ്ങളും ഒരുങ്ങിയതോടെ പ്രക്ഷോഭം അക്രമാസക്തമായി. സംഘർഷത്തിൽ ഒരു വീഡിയോ ജേർണലിസ്റ്റ് അടക്കം 2 പേർ കൊല്ലപ്പെട്ടു. ൽ വൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെയാണ് അവസാനത്തെ നേപ്പാൾ രാജാവ് ഗ്യാനേന്ദ്ര ഷാ പദവി ഒഴിഞ്ഞത്. 2008 പാർലമെന്റ് വോട്ടെടുപ്പിലൂടെ രാജാധികാര വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ചു. ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും ഭാഷാപരമായും വംശീയമായും വലിയ വൈവിധ്യങ്ങളുള്ള നേപ്പാളിൻ്റെ രാഷ്ട്രീയവും സങ്കീർണമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് വലിയ വേരോട്ടമുള്ള മണ്ണാണ് നേപ്പാൾ. മാവോയിസ്റ്റ് പാർട്ടിയാണ് നേപ്പാളിൻ്റെ അധികാര രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന കിങ് മേക്കർ. നേപ്പാളി രാഷ്ട്രീയത്തിൽ വലിയ നിർണായക ശക്തി ഒന്നുമല്ലാത്ത രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടിയാണ് ഇപ്പോൾ നടക്കുന്ന രാജവാഴ്ചാനുകൂല പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ. ഹിന്ദു ദേശീയവാദി യാഥാസ്ഥിതിക കക്ഷിയാണ് രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി. ലോകശ്രദ്ധ ആകർഷിക്കുന്ന വിധം രാജാധികാരത്തിനായി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിൽ രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി വിജയിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ ഉദാഹരണം ചരിത്രത്തിൽ നിന്നുള്ള പാഠമാക്കിയാൽ അത്ര എളുപ്പം ഈ രാഷ്ട്രീയ നീക്കത്തെ തള്ളിക്കളയാനാവില്ല. രാജാധികാരത്തെ പൂർണ്ണമായി നീക്കം ചെയ്ത് 17 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന റിപ്പബ്ലിക് വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ആഘാതം മനസ്സിലാക്കാൻ വലിയ പരിവർത്തനങ്ങളിൽ കൂടി കടന്നുപോയ നേപ്പാളി രാഷ്ട്രീയത്തെ അറിയണം. ഷാ കുടുംബത്തിന് കീഴിൽ പൂർണ്ണമായും രാജാധികാരത്തിലായിരുന്ന നേപ്പാളിൽ 1951-ലാണ് ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. ഷാ കുടുംബത്തിന് കീഴിലെ റാണ ഭരണകാലത്തിന് 51-ലെ വിപ്ലവം അന്ത്യം കുറിച്ചു. BP കൊയ്രാള ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി. 1990-കളിലെ ജനകീയ പ്രക്ഷോഭത്തോടെ വീരേന്ദ്ര രാജാവിന് ബഹുകക്ഷി ജനാധിപത്യത്തെ അംഗീകരിക്കേണ്ടി വന്നു. ഇതോടെ പാർലമെന്ററി സംവിധാനമുള്ള ഭരണഘടനാപരമായ രാജാധികാരത്തിലേക്ക് രാജ്യമെത്തി. 1996 മുതൽ 2006 വരെ നടന്ന മാവോയിസ്റ്റ് വിപ്ലവത്തിനൊടുവിലാണ് നേപ്പാൾ രാജാധികാരത്തെ പൂർണ്ണമായി തൂത്തെറിഞ്ഞ് ജനകീയ ജനാധിപത്യ രാജ്യമായത്. 17,000-ലധികം ആളുകളാണ് ഈ പ്രക്ഷോഭകാലത്ത് കൊല്ലപ്പെട്ടത്. വീണ്ടും ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. സിവിൽ സൊസൈറ്റി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സംയുക്തമായി നടത്തിയ വൻ പ്രക്ഷോഭത്തിനൊടുവിൽ രാജാവ് ഗ്യാനേന്ദ്ര ഷാ അധികാരം പൂർണ്ണമായി ഒഴിഞ്ഞു. 2008 240 വർഷങ്ങൾ നീണ്ടുനിന്ന രാജാധികാരം അവസാനിപ്പിക്കുകയും ഇടക്കാല ഭരണഘടന സ്ഥാപിക്കുകയും ചെയ്തു. 2015-ലാണ് ആദ്യ ജനാധിപത്യ ഭരണഘടന നിലവിൽ വരുന്നത്. അങ്ങനെ നേപ്പാൾ ഒരു വികേന്ദ്രീകൃത മതേതര റിപ്പബ്ലിക്കായി മാറി. നേപ്പാളിനെ ജനാധിപത്യത്തിലേക്ക് നയിച്ച ജനകീയ പ്രക്ഷോഭങ്ങളിൽ നിർണായക പങ്കുവഹിച്ചയാളാണ് പുഷ്പകമൽ ദാഹാൽ പ്രചണ്ഡ എന്ന മാവോയിസ്റ്റ് നേതാവ്. രാജാധികാരത്തെ തൂത്തെറിഞ്ഞ് ജനകീയ ജനാധിപത്യം സ്ഥാപിക്കുന്നതിലും തുടർന്നുണ്ടായ ജനാധിപത്യ അധികാര പരിണാമത്തിലും സമാധാന പ്രക്രിയയിലും വലിയ പങ്കുവഹിച്ചു പ്രചണ്ഡ. 2008 പ്രധാനമന്ത്രിയായ പ്രചണ്ഡയുടെ സർക്കാരാണ് നേപ്പാളിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത്. അവിശ്വസനീയ സംസ്കാരങ്ങളും ഭാഷകളും ജനതകളുമുള്ള പുരോഗമന രാഷ്ട്രമായ നേപ്പാൾ എന്ന വരികളുള്ള ദേശീയ ഗാനം ആലപിക്കുന്ന രാജ്യത്ത് രാജാവിനെ തിരികെ വിളിക്കൂ എന്ന മുദ്രാവാക്യത്തിന് കാഠ്മണ്ഡുവിനെ യുദ്ധക്കളമാക്കാൻ കഴിയും വിധം ജനപിന്തുണയുണ്ട് എന്നതാണ് ശ്രദ്ധേയം. രാജാധികാര പുനഃസ്ഥാപനത്തിനപ്പുറം ഹിന്ദുരാഷ്ട്ര പുനഃസ്ഥാപനമാണ് പ്രക്ഷോഭത്തിൻ്റെ യഥാർത്ഥ അജണ്ടയെന്ന് വ്യക്തം. വടക്ക് ചൈനയും ടിബറ്റും തെക്കും കിഴക്കും പടിഞ്ഞാറും ഇന്ത്യയും അതിരിടുന്ന ഈ ഹിമാലയൻ രാജ്യത്ത് ഉടലെടുക്കുന്ന പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നിലെ കരങ്ങൾ അകത്തുനിന്നോ പുറത്തുനിന്നോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.